ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമ്മുടെ 20 പേര് നമ്മൾ കഴിഞ്ഞു. ജായതേ മ്രിയതേ വാ കഥാചിത് എന്നുള്ള 20th, ഇനി 21st ആണ്. അമ്മക്ക് വായിക്കാമോ? അമ്മക്ക് ഭേദ, അതെ, 21ാമത്തെ ശ്ലോകം അർത്ഥം വായിക്കാം സാറേ. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. ഹേ അർജുന, ഇവർ ആര് ഇവനെ അഥവാ ആത്മാവിനെ ജനനമില്ലാത്തവനായും എന്നും ഉള്ളവനും ഏറ്റക്കുറച്ചിൽ ഇല്ലാത്തവനും നാശമില്ലാത്തവനും ആയിട്ട് അറിയുന്നു. അയാൾ എങ്ങനെ കൊല്ലിക്കുന്നു, ആരെ കൊല്ലുന്നു. ആത്മാവിനെ നിർവചിക്കാനാവില്ലെങ്കിലും അവിനാശിയായ സത്യവസ്തുവാണ് അത് എന്ന് വ്യക്തമാക്കി. ഈ തത്വമറിയുന്നവന് ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പതറാൻ എന്താണ് അവകാശം? നാശമില്ലാത്ത ആത്മാവിനെ നശിപ്പിക്കാൻ, കൊല്ലിക്കാനോ കൊല്ലാനോ ആർക്കുമാവില്ല. ഞാൻ നിന്നെക്കൊണ്ട് കൊല്ലിക്കുകയാണെന്നോ നീ കൊല്ലുകയാണെന്നോ കരുതുന്നത് ആത്മതത്വം അറിയായിക കൊണ്ടാണ്. ശരീരധർമ്മങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന വസ്തുതയെ ഒരു ഉദാഹരണത്തിലൂടെ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. അതെ, നമ്മൾ ഇതുവരെ പറഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിലും പറയുന്നത്. ആത്മാവിന് ജനനമില്ല, അതുകൊണ്ട് മരണവുമില്ല, അതുകൊണ്ട് എന്നും ഉള്ളവനാണ്, അത് ഒരു നാശമില്ല. അങ്ങനെയുള്ള ആത്മാവിനെ നിർവചിക്കാനാവില്ലെങ്കിലും അവിനാശിയായ നാശമില്ലാത്ത സത്യവസ്തുവാണ് ആത്മാവ്. ഈ തത്വമറിയലും ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പതരാൻ എന്ത് അവകാശമാണുള്ളത്? കാരണം നമ്മൾ ജീവിതത്തിൽ ദുഃഖിക്കുന്നത് നമ്മളൊരു ശരീരബോധത്തിൽ ഇരിക്കുന്നുണ്ടാണ് ദുഃഖിക്കുന്നത്. നമ്മളൊരു ആത്മാവാണെന്നുള്ള ചിന്തയില്ല. നമ്മളെല്ലാം ആത്മാവിൽ വാസനകൾ ഉണ്ടെന്നുള്ള ഇതേ ഉള്ളൂ. അപ്പൊ ആ വാസനകളെ മാറ്റിയാൽ ഞാൻ ആത്മാവാ, റിയൽ ഞാൻ ആത്മാവാണ്. അതിന് നാശമേ ഇല്ല, അതിന് ജനനവും ഇല്ല, മരണവും ഇല്ല. അപ്പം അങ്ങനെ ഒരു എൻറ്റൈറ്റിയാണ് നമ്മളെങ്കിൽ, പക്ഷെ നമ്മളെന്ത് വരിക്കുന്നേ? എനിക്ക് മരണമുണ്ട്, അയ്യോ ഇനി എനിക്ക് എത്ര കാലം ഉണ്ട്, ഇനി അത് ഉള്ള കാലം കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോകണം. ഇങ്ങനെയൊക്കെ ഞാനിപ്പം മരിക്കുവാണ്, ഞാനെന്നുള്ള ഈ ശരീരബോധത്തിലാണ് നമ്മൾ ഇതെല്ലാം ഇപ്പം ചിന്തിക്കുന്നത്. നമ്മുടെ കണക്കൂട്ടലും ദുഃഖങ്ങളും എല്ലാം ഇതിലാ. അപ്പം ഈ ആത്മാവിന് നാശമില്ല. ഞാൻ ആത്മാവാണെങ്കിൽ ഞാൻ ആരെ കൊല്ലാനാണ്? അല്ലെങ്കിൽ ആരെന്നെ കൊല്ലാനാണ്? അപ്പം നമ്മൾ ഇതിനെ ഒന്നും, പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, വ്യാവഹാരികതയിൽ എടുക്കേണ്ട കാര്യമല്ല. നമ്മുടെ ദുഃഖത്തിന്റെ മനസ്സിന്റെ ശാന്തിക്ക് നമ്മൾ പാരമാർത്ഥ്യ സത്യങ്ങളെ അറിയണം. പക്ഷെ വ്യവഹാരികതയില് നമ്മൾ അല്ലാതെ പെരുമാറണം. ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ വ്യാവഹാരികതകളിലെ നമ്മുടെ അനുഭവങ്ങളെ അഭിമുഖീകരിക്കാൻ. നമുക്കുണ്ടാവുന്ന അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ദേഹമാണെന്നുള്ള ബുദ്ധിയിലിരുന്നാൽ നമുക്ക് ദുരിതമേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ശരിക്കും നമ്മുടെ പ്രയാണം എങ്ങോട്ടാ? ഈശ്വരനിലോട്ടായിരിക്കണം. അല്ലാതെ നമ്മുടെ താഴ്ന്ന ജന്മങ്ങളിലോട്ട് ആണെങ്കിൽ, അങ്ങനെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഈ വാസനകളിൽ കുടുങ്ങി അതിൽ നമ്മളിങ്ങനെ വിഷമിച്ചും ദുരിതവും അനുഭവിച്ചും നമ്മുടെ ജന്മങ്ങളെ താഴ്ത്താം. നമ്മുടെ ജന്മം ഉയർത്തണമെന്നുണ്ടെങ്കിലോ ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഒരു പാരമാർത്ഥ്യ സത്യം നമ്മൾ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യാൻ. അപ്പൊ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്ന എങ്ങനെയാ? നമ്മൾ ഏതോ നേടി,
നമുക്ക് ഏതോ സുഖമെന്നും പറഞ്ഞിട്ട് നമ്മൾ കളിക്കുകയും, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴോ ഇതെല്ലാം മറ്റുള്ളവരെ കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, എന്റെ തെറ്റല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ദുരിതത്തിലോട്ട് ആകുക. ഈ രണ്ട് വരുമ്പോഴും നമ്മൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഞാൻ എന്നുള്ള ആത്മാവാണ്. അപ്പൊ ഈ ഞാനൊരു ആത്മാവെങ്കിൽ ആർക്ക് ആ ആത്മാവിന് എവിടെ നാശമുണ്ട്? അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള ഇതാണ് പറഞ്ഞത്. ആത്മാവിന് ജനനമില്ല, അജമാണ്, ജനനമില്ല, നിത്യമാണ് എന്നുള്ളതാണ്. അവയമില്ല, അത് വ്യയം ഏറ്റക്കുറച്ച് ഒന്നും കൂടുകയും കുറയുകയും ചെയ്യുന്നില്ല. അവിനാശമാണ്, നാശമില്ലാത്ത ഈ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അതിന് ദേശകാല പരിമിതികളെ അതിന് നമ്മൾക്ക് ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളിലും ഈ പരമാത്മാവിന്റെ ആ ഡിസ്ക്രിപ്ഷൻ ചില അതിനെക്കുറിച്ചുള്ള എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നമുക്ക് എല്ലാം കേൾക്കാം. അപ്പൊ അപ്പം ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന ധർമ്മങ്ങളൊന്നും ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പൊ ഈ ശരീരധർമ്മങ്ങൾ ആരെയാ പിന്നെ ബാധിക്കുന്നേ? ഈ ശരീരധർമ്മം, ഈ പരമാത്മ ചൈതന്യം വാസനയിലിരിക്കുന്ന ജീവാത്മാവാണ്. പരമാത്മാവിന് ഒരു അനുഭവം ഇല്ല. പക്ഷെ ഞാനാണ് അനുഭവിക്കുന്നതെന്നുള്ള ജീവാത്മാവാ. ഈ ജീവാത്മാവ് ശരിക്കും പരമാത്മാവാണ്. വാസന കാരണം എനിക്ക് എന്റെ തോന്നല, എന്റെ ഒരു ഭ്രമമാണ്. അതാണ് പറയുന്നത്. ഈ ശരീരധർമ്മങ്ങൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പഠിക്കണം. ശരീരധർമ്മങ്ങൾ വെച്ചാല് എനിക്ക് അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോ അത് എന്റെ കർമ്മഫലം എന്നിൽ വന്നു പോകുന്നതാണ്. എന്നിൽ നിന്ന് പോയത് തിരിച്ചു വരുന്നു. ഞാൻ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല, അതിൽ സന്തോഷിക്കേണ്ട കാര്യവുമില്ല. എന്റെ പ്രയാണം എനിക്ക് ദൈവത്തിലോട്ടാണ്. അപ്പൊ ഞാൻ ഈ കർമ്മഫലങ്ങളിൽ കുടുങ്ങി കൂടുതൽ കർമ്മഫലങ്ങൾ ആർജിക്കുന്നതിന് പകരം ഞാൻ ഇതിനെ റിമൂവ് ചെയ്യാൻ പഠിക്കണം, ഇതിനെ കഴുകിക്കളയാൻ പഠിക്കണം. അതിന് ഞാൻ കർമ്മങ്ങളെ എന്റെ ശുദ്ധീകരിക്കണം, റിഫൈൻ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ പാരമാർത്ഥിക സത്യങ്ങളെ എടുത്ത് വ്യാവഹാരികയിൽ ഉപയോഗിക്കാനല്ല. ഇത് എന്റെ മനസ്സിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഉപയോഗിക്കേണ്ടത്. എന്റെ മനസ്സിന്റെ ശാന്തിക്കും സമാധാനത്തിനും നമ്മൾ ആത്മസംയമനത്തിനും വേണ്ടിയാണ് ഈ പാരമാർത്ഥിക സത്യങ്ങൾ അറിയുന്നത്. അപ്പൊ അതിനെ ശരീരധർമ്മങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ലെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അടുത്ത ശ്ലോകത്തിൽ വരാൻ പോകുന്നത്. ഷീബയ്ക്ക് വായിക്കാമോ? വായിക്കാം സാർ. എത്രാമത്തെ 22-ാമത്തെ ശ്ലോകം തൊട്ട്. ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മനുഷ്യൻ എപ്രകാരം ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നവോ അപ്രകാരം ദേഹാഭിമാനിയായ ജീവൻ ജീർണ ദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വേറെ ശരീരങ്ങളെ പ്രാപിക്കുന്നു. ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് സ്വമഹിമ മറന്ന് ദേഹത്തിൽ അഭിമാനിക്കുകയും ദേഹധർമ്മങ്ങൾ തന്റേതെന്ന് കരുതുകയും ചെയ്യുന്ന മൂഢനായ ജീവനായി ചമയുന്നു. ദേഹാഭിമാനിയായ ജീവനെയാണ് ദേഹി എന്ന് പറയുന്നത്. ഒരു ദേഹത്തിലെ അഭിമാനവും ഭുക്തിയും കഴിഞ്ഞാൽ അത് വിട്ട് മറ്റൊന്ന് സ്വീകരിക്കും. സ്വസംസ്കാരത്തിനനുയോജ്യമായ സാഹചര്യത്തിൽ തനിക്ക് പറ്റിയ ദേഹത്തിൽ ഇങ്ങനെ മാറി കടന്നുകൂടുകയും വിട്ടുപോകുകയും ചെയ്യുന്ന ജീവന്റെ ജീവിതയാത്രയെ നല്ലൊരു ഉദാഹരണത്തിലൂടെ ഇവിടെ ചിത്രീകരിക്കുന്നു. അപ്പൊ ഇതിൽ പറയുന്നത് ഈ ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് സ്വമഹിമ മറന്ന് ദേഹത്തിൽ അഭിമാനിക്കുകയും ദേഹധർമ്മങ്ങൾ തന്റേതെന്ന് കരുതുകയും ചെയ്യുന്ന മൂഢനായ ജീവനായി ചമയുന്നു. ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ്, ഈ ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് വെച്ചാല് ഈ വാസനയിലിരിക്കുന്ന ആത്മാവ്, ഈ പരമാത്മ ചൈതന്യത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ഈ ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവെന്ന് വെച്ചാല് ഈ പരമാത്മ ചൈതന്യത്തിൽ റിഫ്ലക്ട് ആവുന്ന എന്റെ വാസനയിൽ റിഫ്ലക്ട്, എന്റെ ശരീരത്തിൽ വാസനയിൽ റിഫ്ലക്ട് ആവുന്ന പരമാത്മാവ് അതിന്റെ അതിന്റെ മഹത്വം സ്വമഹിമ മറന്ന്, അതെന്നുവെച്ചാൽ പരമാത്മ എന്തുവാ, ഒരു പരിമിതനല്ല, എത്രയോ ഇൻഫിനിറ്റ് ഒരു എനർജിയാണ്. അതിന്റെ സാധ്യതകളും അതിന്റെ പൊട്ടൻഷ്യലി ഇൻഫിനിറ്റ് ആണ്, അസാധ്യമാണ്. അങ്ങനെ ഒരു ആത്മാവ് പക്ഷെ ദേഹത്തിൽ വാസനയിൽ കൂടെ ഇരുന്നുകൊണ്ട് എന്തോ വിചാരിക്കുന്നേ? ഇല്ലേ, പറയത്തില്ലയോ, ആനയ്ക്ക് അതിന്റെ മഹത്വം അറിയത്തില്ല. ഒരു ആനക്കാരന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ മനുഷ്യന്റെ മുമ്പിൽ ആന അനുസരിക്കുന്നത്. ആനയ്ക്ക് അതിന്റെ വലിപ്പവും അതൊന്നും അറിയത്തില്ല. അതൊരു ചെറിയ
കുട്ടിയുടെ കൂട്ടം അതിന്റെ മനസ്സ് അതിന്റെ മനസ്സിന്റെ വികാരം. അതുകൊണ്ട് ആ ഒരു ചെറിയ മനുഷ്യന്റെ അതിങ്ങനെ ഒബീഡിയന്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ പരമാത്മ ചൈതന്യം ഈ ശരീരത്തിൽ കുടുങ്ങുമ്പോൾ, ഈ ശരീരത്തിലെ നമ്മുടെ വാസനയിൽ കൂടെ പ്രതിഫലിക്കുമ്പോഴേ അതിന്റെ മഹത്വം മറന്ന് ഈ ദേഹത്തിലുണ്ടാവുന്ന ഈ ഞാനാണ് ദേഹമെന്ന് അഭിമാനിക്കുക. അത് ആരാ? ജീവാത്മാവ്. ദേഹധർമ്മങ്ങൾ തന്റെ എന്ന് കരുതുകയും കരുതുകയും ചെയ്യുന്ന ഒരു മൂഢനായ ജീവാത്മാവ് ആയിട്ട് ചമയുക. ഈ പരമാത്മാവ് വെച്ചാൽ എല്ലാം അറിയുന്നു, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഈ വാസനയെ കൂടെ നോക്കുമ്പോഴേ അതിന് ഞാനൊരു മൂഢനായിട്ട് പറയുക. ദേഹാഭിമാനിയായ ജീവനെയാണ് ദേഹി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പരമാത്മ ചൈതന്യം നമ്മളിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഈ വാസനയിൽ കൂടി ജീവാത്മാവായിട്ട്, എന്റെ ജീവനായിട്ടാണ്. ഈ പ്രാണവായു വലിച്ചെടുത്ത് ആ ശക്തിയിൽ കൂടി ഈ ജീവനായിട്ടാണ് ഈ ജീവാത്മാവ് ഈ ശരീരത്തിലേക്ക് പരമാത്മാവിന്റെ അംശം ഈ എന്റെ ശരീരത്തിൽ ജീവനായിട്ടാണ് പ്രകടനമാകുന്നത്. ആ ജീവാത്മാവാണ് ഇത് ഞാൻ ഒരു പരിമിതനായി എനിക്കിതിലെ ഈ ദേഹത്തിൽ അഭിമാനിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജീവാത്മാവ. അതൊരു മൂടന്റെ കൂട്ടാ ചമയുന്നത്. ഈ ആനയ്ക്ക് മഹത്വം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ ജീവാത്മാവിന്റെ മഹത്വം അറിയത്തില്ല. കാരണം ജീവാത്മാവ് പരമാത്മാവാ. ഈ വാസനകളെ മാറ്റിയാൽ ഞാൻ ഈശ്വരനാ. ഈ ഈശ്വരനാണ് നമുക്ക് ആർക്കെങ്കിലും ഒരു ബോധമുണ്ടോ? നമുക്ക് ബോധമില്ല. കാരണം എന്താ? നമ്മൾ ഈ വാസനയിൽ മുഴുകിയിരിക്കുക. ഒരു ദേഹത്തിലെ അഭിമാനവും ഭുക്തിയും കഴിഞ്ഞാൽ അതും വിട്ട് മറ്റൊന്ന് സ്വീകരിക്കും. സംസ്കാരത്തിന് അനുയോജ്യമായ സാഹചര്യത്തിൽ തനിക്ക് പറ്റിയ ദേഹത്തിൽ ഇങ്ങനെ മാറി മാറി കടന്നുകൂടുകയും വിട്ടുപോകുകയും ചെയ്യുന്ന ജീവന്റെ ജീവിതയാത്രയെ നല്ല ഉദാഹരണത്തുള്ള ഇവിടെ. അപ്പൊ ഒരു ജീവൻ ഒരു ശരീരം എടുക്കുന്നത് ആ ശരീരത്തിൽ കൂടെ ആ ജീവാത്മാവ് അനുഭവങ്ങൾ അനുഭവിക്കുക. അപ്പൊ ഈ ശരീരത്തിന്റെ ഗതിയോ? ശരീരം ഉണ്ടാവും, അത് വളരും, അത് നിലനിൽക്കും. എന്നിട്ട് ഒരു പരിധി കഴിഞ്ഞാൽ അത് ജീർണിക്കാൻ ആരംഭിക്കും. അപ്പൊ ഈ ജീർണിച്ച് ഈ ശരീരം ഒന്നിനും കൊള്ളാതാവും. നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് പണ്ടത്തെ ചെറുപ്പകാലത്തിലുള്ളത് പോലെ ഒന്നും പ്രായമാകുമ്പോ ഒക്കത്തില്ല. ശരീരത്തിന് പലതും, മനസ്സുകൊണ്ട് പലതും ചെയ്യണം തോന്നും, പക്ഷെ ശരീരം കൊണ്ട് ഒക്കത്തില്ല. അപ്പം ഈ ജീവാത്മാവിന് ഇനിയും ഉണ്ട് ഒത്തിരി കർമ്മഫലം അനുഭവിക്കാൻ. അതൊക്കെ എനിക്ക് അനുഭവം. പക്ഷെ ഈ ശരീരം കൊണ്ട് ഒന്നും കൊള്ളത്തില്ല. അപ്പൊ ഈ ശരീരം വിടും. ഇതുപോലെയായിരുന്നു നമ്മുടെ ജീവിതദേശത്ത് തന്നെ ബാല്യം, കൗമാരം, യൗവനം വന്നിരിക്കുന്നത്. ബാല്യദേശത്തിൽ നമ്മൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ കളിക്കുകയും ഒത്തിരി ആ ശരീരം കളിച്ചുകൊണ്ടിരിക്കുവോ? ആ ശരീരം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാല്യദേശം വിടും. നമ്മുടെ മനസ്സും വളരും, വികാസം സംഭവിക്കും, നമ്മൾ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും, ആ ഒരു തന്മയത്വം വരും, മെച്യൂരിറ്റി വരും. അപ്പോഴേ നമ്മൾ ആ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ആ സാഹചര്യം, കളിപ്പാട്ടങ്ങളെ എല്ലാം നമ്മൾ വിടും. പിന്നെ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ആ ബാല്യദശയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ഞാൻ വിട്ടു. പിന്നെ അടുത്ത ദശയിലോട്ട് വന്നു, അതിന്റെ അനുഭവങ്ങളായി. അപ്പൊ അതും ആ ഒരു പീരീഡും കഴിയുമ്പോഴത്തേക്ക് അതും വിട്ട് അടുത്ത സ്റ്റേജിലോട്ടാവും. അപ്പം ഇത് ഓരോ ദശയിലും നമ്മുടെ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഞാൻ എൻ്റെ ഈ ഓരോരോ ബാല്യത്തിൽ നിന്ന് ബാല്യ ശരീരവും, കൗമാരത്തിൽ കൗമാര ശരീരവും വിട്ട്, യൗവനമാകുമ്പോ യൗവന ശരീരവും വിട്ട് ഇപ്പൊ നമ്മൾ ഭൂരിപക്ഷം പേര് ഇപ്പൊ വാർദ്ധക്യത്തിൽ വന്നിരിക്കുക, വാർദ്ധക്യ ദശയിൽ. അപ്പം നമ്മൾ പല ശരീരങ്ങൾ വിട്ടു കഴിഞ്ഞു. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ശരീരവും ശരീരി എന്ന് പറയും. ദേഹം, ദേഹി എന്ന് വെച്ചാല് ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ജീവൻ, അത് ദേഹി, ജീവാത്മാവ്. അല്ലെങ്കിൽ ദേഹം എന്ന് പറയാമെങ്കിൽ ദേഹി എന്നും പറയും. അപ്പൊ ഈ ദേഹി എടുക്കുന്ന പല ശരീരങ്ങൾ എടുക്കുക, ദേഹി മാറുന്നില്ല, ദേഹിയുടെ ശരീരങ്ങൾ മാറുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് അടുത്ത സന്ദർഭം ഇതിൽ പറയുന്നത്. പ്രീതന് വായിക്കാമോ അടുത്ത പാരഗ്രാഫ്? സർ. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് നാം വസ്ത്രങ്ങൾ മാറ്റി ധരിക്കുന്നത് പോലെയാണ് ജീവൻ ഒരു ദേഹം വെടിഞ്ഞ് അനുയോജ്യമായ മറ്റൊന്ന് കൈക്കൊള്ളുന്നത്. പുതുതായി സ്വീകരിക്കുന്ന ഓരോ ദേഹവും ദേഹിയുടെ അടുത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയവയായിരിക്കും. രാത്രിയിൽ അണിയുന്ന ലുങ്കിയുമായി ആരെങ്കിലും ഓഫീസിൽ പോകുമോ? ഇറുകിയ ഷർട്ടും പാന്റും ധരിച്ചാണോ നിങ്ങൾ പന്ത് കളിക്കുക? സ്ഥലവും സന്ദർഭവും നോക്കി ആളുകൾ വസ്ത്രം മാറ്റി ധരിക്കുന്നത് സാധാരണയാണ്. അതുപോലെയാണ് ദേഹിയുടെ ദേഹാന്തര പ്രാപ്തി. മരണം എന്ന പ്രതിഭാസ മതി. ഇത് നമ്മളെ ശരീരങ്ങൾ എടുക്കുന്നത് എങ്ങനെ? നമ്മുടെ ആ ഓരോ കർമ്മഫലത്തിനും അനുയോജ്യമായ ശരീരത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ബാല്യദശയില് എനിക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ കർമ്മവാസനയുണ്ട്, എനിക്കൊരു അധ്യാപകനാവണമെന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആവണമെന്നുണ്ട്. ഇപ്പം ബാല്യദശയിൽ നോക്കുവോ?
ബാല്യദശയിൽ ഡോക്ടർ ആകാൻ പറ്റൂ, എഞ്ചിനീയർ ആകാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു മരപ്പണിക്കാരനാകാൻ പറ്റൂ. അപ്പം ഈ കർമ്മവാസനകളൊക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ ആ ബാല്യദശയിൽ തന്നെ ഇരുന്നാൽ പറ്റൂ, ആ ശരീരം കൊണ്ടിരുന്നാൽ ആ ശരീരം കൊണ്ട് ഉപയോഗം നടക്കുവോ? അപ്പൊ ആ ശരീരം മാറിയേ പറ്റൂ. ഒന്നും കൂടെ ശരീരം ബലമുള്ളതും ബുദ്ധി, ആ ശരീരം വികസിക്കണം. അപ്പൊ ആ ശരീരം വികസിച്ചു വരും. അപ്പൊ ഞാൻ ഈ ശരീരത്തിനെ കളഞ്ഞ് അടുത്ത കർമ്മവാസനകൾ, ഞാൻ ഒരു ഒരു എഞ്ചിനീയർ ആണെങ്കിലോ ഡോക്ടർ ആണെങ്കിലോ വക്കീലാണെങ്കിലോ ഒരു മരപ്പണിക്കാരനാണെങ്കിലോ ഒരു പ്ലംബർ ആണെങ്കിലോ അവരുടെ സ്വധർമ്മത്തിലുള്ള കർമ്മവാസനകൾ ചെയ്യാൻ വേണ്ടി ആ ശരീരം, അങ്ങനെയുള്ള ശരീരത്തിലോട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ? ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കണ്ടില്ലയോ? എത്രയോ നല്ലൊരു ഈ ഒരു വാസാംസി ജീർണാനി യഥാവിഹായ എന്നുള്ള ശ്ലോകം ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ശ്ലോകമാണ് ഈ ഭഗവത്ഗീതയില്. അതല്ല, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ശ്ലോകങ്ങളൊക്കെ നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് പഠിച്ചാലും നല്ലതാ. കാരണം അത് ആ ശ്ലോകങ്ങൾ ചൊല്ലാനായിട്ട് സന്ദർഭവും ആവശ്യവും അനുസരിച്ച് നാം വസ്ത്രങ്ങൾ മാറ്റി ധരിക്കുന്നത് പോലെയാണ് ജീവന്റെ ദേഹം വെടിഞ്ഞ് അനുയോജ്യമായ മറ്റൊന്ന് കൊള്ളുന്നത്. പുതുതായി സ്വീകരിക്കുന്ന ഓരോ ദേഹവും ദേഹിയുടെ അടുത്ത ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പറ്റിയതായിരിക്കും. രാത്രിയിൽ അണിയുന്ന ലുങ്കിയുമായി ആരെങ്കിലും ഓഫീസിൽ പോകുമോ? ഇറിയ ഷർട്ടും പാന്റും ധരിച്ചാണോ നിങ്ങൾ പന്ത് കളിക്കുക? സ്ഥലവും സന്ദർഭവും നോക്കി ആളുകൾ വസ്ത്രം ധരിക്കുന്നത് സാധാരണയാണ്. അതുപോലെയാണ് നമ്മുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് നമ്മൾ ഓരോ ഡെയിലി ലൈഫിൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. ഓഫീസിൽ പോകുമ്പോൾ ഒരു ഫോർമൽ ആയിട്ടുള്ള ഡ്രസ് ഇടും, സ്പോർട്സ് പോകുമ്പോൾ സ്പോർട്സിന് അനുസരിച്ചുള്ള ഡ്രസ് ഇടും, നമ്മൾ രാത്രിയിൽ വീട്ടിലിരിക്കുമ്പോൾ നൈറ്റ് ഡ്രസ് ഇടും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡ്രസ്സ് മാറും. ഇതുപോലെയാണ് ഈ ജീവാത്മാവ്. കർമ്മവാസനകൾ ഞാനൊരു ഭാണ്ഡക്കെട്ട്, കർമ്മത്തിന്റെ സഞ്ചിത കർമ്മം ഒരു ഭാണ്ഡക്കെട്ടായിട്ട് കൊണ്ടുവന്നിരിക്കുക. ഈ ഓരോ കർമ്മവാസനകളും അനുഭവിക്കാൻ എന്റെ ഓരോരോ ശരീരത്തിന് ഓരോ നിലയുണ്ടാവണം, ഓരോരോ ആരോഗ്യ സ്റ്റേജും, അല്ലെങ്കിൽ ആ പറ്റിയ ഒരു ദേഹമായിരിക്കണോ ആ കർമ്മവാസന എനിക്ക് ആ പ്രവൃത്തി കർമ്മം ചെയ്യാൻ. അങ്ങനെ ഇല്ലെങ്കിലോ അതിന് ദേഹിക്ക് ആ ശരീരം സൂട്ടാകുന്നില്ല. ഇനിയുള്ള കർമ്മവാസന ചെയ്യാൻ ഈ ശരീരം സൂട്ടാകുന്നില്ലെങ്കിൽ, അത് അനുയോജ്യമല്ലെങ്കിൽ ദേഹി ആ സമയം ശരീരം വിടും. ദേഹി ശരീരം വിടുന്ന വെച്ചാൽ എന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ എല്ലാം തലത്തിൽ നമ്മൾ മരിക്കും. പക്ഷെ നമ്മൾ മരിക്കും, ബാക്കിയുള്ള മരിക്കും. അയ്യോ എത്ര ചെറുപ്പത്തിലേ മരിച്ചല്ലോ, പക്ഷെ എന്തൊരു കഷ്ടമായി ഇവന്റെ ഒരു വിധിയെ. നമ്മളിങ്ങനെ വിധിയെ പഴിയാരും. കർമ്മഫലം വന്നുകൊണ്ടിരിക്കും. കർമ്മഫലം അനുഭവിക്കാൻ നമ്മൾ ഓരോരോ ശരീരങ്ങൾ എടുക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാൽ, ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെയൊക്കെ ഈ ഉണ്ടാവുന്ന പരിണാമത്തെ, ഇതെല്ലാം ഒരു പരിണാമമാണ്. എന്റെ കർമ്മവാസനകളിൽ കൂടെ ഞാൻ ഇങ്ങനെ ഉയരുകയാണ്. ഒന്ന് വിട്ട് ഞാൻ വേറൊന്നിലോട്ട് പോകണം. അപ്പൊ അതിനെ ഞാൻ ഈ കർമ്മവാസന അനുഭവിക്കുകയും വേണം, അതിന് ഞാൻ എന്റെ യാത്ര തുടരുകയും വേണം. ഒരിടത്ത് സ്റ്റക്കായിട്ട് നിൽക്കാനൊക്കത്തില്ല. അത് ഒരു നദി ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നത് പോലെ എന്റെ യാത്ര അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. ആ കർമ്മഫലം ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അനുയോജ്യമായ ഓരോ ശരീരങ്ങൾ ഞാൻ എടുത്തിരിക്കും. അത് നമ്മുടെ സാധാരണ ജീവിതത്തില് ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് മാറുന്ന പോലെ ഈ ദേഹിക്ക് ഈ ശരീരം ഒരു വസ്ത്രമാ. നമുക്ക് ഈ വസ്ത്രം പോലാണ് ദേഹിക്ക് ഈ ശരീരം. അതാണ് പറഞ്ഞു വരുന്നത്. അടുത്ത 2 പാരഗ്രാഫ് വായിക്കാം ആരെങ്കിലും. ഞാൻ വായിക്കാം. മരണം എന്ന പ്രതിഭാസത്തിന്റെ സ്വരൂപവും പ്രയോജനവും എന്തെന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ വളരെ സമർത്ഥമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആശയം എളുപ്പം ഗ്രഹിക്കാനുതകുന്ന സുന്ദരമായ ഈ ഉദാഹരണം ഒരിക്കൽ കേട്ടാൽ മറക്കില്ല. പഴകിയ വസ്ത്രം മാറ്റുമ്പോൾ ആർക്കെങ്കിലും വിഷമം തോന്നുമോ? പുതിയത് ഉടുക്കാനാണല്ലോ പഴയത് മാറുന്നത്. അതുപോലെ തന്റെ വർത്തമാനദേഹം ഉപയോഗശൂന്യമാണ്, ജീർണിച്ചു കഴിഞ്ഞു എന്ന് കാണുമ്പോൾ ജീവൻ അത് ഉപേക്ഷിച്ച് പറ്റിയ മറ്റൊന്ന് സ്വീകരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ദൈവത്തിനാവില്ല. പരിണാമ പ്രക്രിയയിലൂടെയുള്ള വികാസം ത്വരിതപ്പെടുത്താൻ ഈ ദേഹം പര്യാപ്തമല്ല. ഇതുകൊണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞു. കേക്കാവോ? ഇനി വേണ്ട അനുഭവങ്ങൾക്ക് ഈ ദേഹം കൊള്ളില്ല എന്ന നില വന്നാൽ ആ ദേഹം ജീർണിച്ചു എന്നർത്ഥം. ഓക്കെ. അപ്പം ഇത് മനസ്സിലായി. പഴകിയ വസ്ത്രം മാറുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും വിഷമം വരുമോ എന്ന് ഈ ലാഘവത്തോട് നമ്മൾ നമ്മുടെ മരണങ്ങളെ കാണാൻ ശ്രമിക്കണം. കാരണം മരണത്തോട് എന്റെ അവസാനമല്ല. നമ്മളെല്ലാം വിചാരിക്കും എന്തുവാ, മരണത്തോടുകൂടി ഞാൻ എന്താ തീരാൻ പോവാ, ഇനി ഞാനില്ല. ആ ഒരു മിഥ്യാധാരണയാണ് നമുക്ക് ഈ ഭയം. നമ്മളെല്ലാവർക്കും മരണഭയമുണ്ട്.
പക്ഷേ നമ്മുടെ മനസ്സിനെ ഈ പാരമാർത്ഥ സത്യം ഇതിനെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഇതിനെ എന്റെ മനസ്സിനെ ഇതിലോട്ട് ഉറപ്പിക്കണം. നമ്മളെല്ലാം വാസനയിലിരിക്കുക. വാസനയിൽ വെച്ചാൽ എന്തുവാ? ഞാൻ ശരീരമാണ്, അതുകൊണ്ടാണ് എനിക്ക് മരണം. ഞാൻ ശരീരബോധ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യമാൻ തോന്നുമെങ്കിലും എനിക്ക് ഈ അറിവുണ്ട് നമ്മൾ കേൾക്കും. പക്ഷേ അടുത്ത നിമിഷം എങ്ങനെ ഞാൻ ശരീരബോധത്തിലോട്ടായിരിക്കുന്നത്. അപ്പൊ ഈ മനസ്സിന് ഈ ഉറപ്പ് വന്നിട്ടില്ല. നമ്മൾ ഈ നിരന്തരം കുറച്ചും കണ്ട് പോകുമ്പോ മനസ്സിലാവും ഈ മനസ്സ് ഇങ്ങനെ ഇതൊക്കെ ശരിയാ, പറയുന്നതൊക്കെ കേൾക്കുമ്പോ നല്ലതാ, രസവാ, അല്ലെങ്കിൽ ഓക്കെ ഇതൊക്കെ സത്യമാ, പക്ഷേ ഇതൊക്കെ പറയാൻ കൊള്ളാം, നമുക്കിങ്ങനെ തോന്നും. പക്ഷേ നമ്മൾ ഈ ഓരോ അർജുൻ ഇതുപോലെ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, ഭഗവാൻ കൃഷ്ണനോട് അർജുൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ ഈ മനസ്സിന്റെ കാര്യം ഇതൊക്കെ, പക്ഷെ ഈ മനസ്സുകൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കും? നിരന്തര അഭ്യാസം എന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മുടെ ഈ പാരമാർത്ഥ സത്യങ്ങളെ നിരന്തരം ചിന്തനം നമ്മൾ മനനം ചെയ്യണം. നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെ സൂക്ഷ്മമായി ദർശിച്ച് നമ്മള് സൂക്ഷ്മമായി ചിന്തിച്ച് അതിനെ നമ്മള് പല ആവർത്തി നമ്മളങ്ങ് ഉറപ്പ് വരണം. നമ്മളൊരു തീയില് കൈ തൊട്ടാൽ പൊള്ളുന്ന ഇല്ലയോ? നമുക്കറിയാം എല്ലാവർക്കും. എപ്പോഴും നമ്മൾ തീയില് കൈ പൊട്ടാ പൊള്ളുമെന്ന് ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുവോ? ജീവിതത്തിൽ ഒരു സമയത്ത് നമ്മൾ തീയിൽ തൊട്ടാൽ ആ പൊള്ളി നമ്മുടെ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവും. നമ്മുടെ മുതിർന്നു വരുമ്പോഴേ തീ തൊടല്ലേ പൊള്ളുക എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ആ കുഞ്ഞിനെ അറിയത്തില്ല. എവിടെങ്കിലും ഏതെങ്കിലും സമയത്ത് തീയിലും തൊട്ടു ചൂട് പാത്രത്തിലോ ചൂട് വെള്ളത്തിലോ തീയിലോ കയ്യിൽ പെടുമ്പോ പിന്നെ അത് തീയിൽ തൊടത്തില്ല എന്ന് പറയുന്ന പോലെ പിന്നെ നമുക്ക് എപ്പോഴും തീ തൊട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഈ പാരമാർത്ഥ സംഘങ്ങളിൽ നമ്മള് പല ആവർത്തി ചിന്തനം ചെയ്ത് നമ്മുടെ ഉറപ്പ് വരുന്നത് നമ്മുടെ സ്വഭാവത്തിലോട്ടാവണം. നമ്മളൊരു തീയിലോ എന്തെങ്കിലും അറിയാതെ ചൂടുവെള്ളത്തിലോ എവിടെയെങ്കിലും ചൂട് പാത്രത്തിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ടാണോ കൈയെടുക്കുന്നേ? പെട്ടെന്ന് കൈയെടുക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ സത്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ എപ്പോഴും തറവായിരിക്കണം. പക്ഷെ വ്യാവഹാരികതയിൽ നമ്മളെല്ലാം നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ അനുഭവത്തിൽ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കണം ഞാൻ ഓരോ വിഷയങ്ങളെ കാണുന്നത്. അതിനാണ് ആത്മസംയമനം എന്ന് പറയുന്നത്. നമ്മള് ഇത് ഉറച്ചില്ലെങ്കിലോ നമ്മുടെ വാസനയിൽ എനിക്കിത് ഒക്കത്തില്ല, ഇങ്ങനെ ഒക്കത്തുള്ളൂ, അതൊക്കും ഇതൊക്കത്തില്ല, ഇങ്ങനെ എപ്പോഴും ഈ ദ്വന്ദ്ങ്ങളിൽ ഇരിക്കുക. എല്ലാം ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്, അതിലായിരിക്കും ഞാൻ ഇരിക്കുന്നത്, എന്റെ മനസ്സിരിക്കുന്നത്. അതേസമയത്ത് ഈ ആത്മസമയം ഈ പാരമാർത്ഥ സത്യങ്ങളെ ഉൾക്കൊണ്ടാൽ നമ്മൾ ഈ ദ്വന്ദ്ങ്ങളെ എല്ലാം ബാലൻസ് ചെയ്യാൻ പഠിക്കും. അപ്പം ഈ സത്യങ്ങളെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ശരീരബോധമാണ്. ഞാൻ മരിക്കുമാണെന്നുള്ള ഒരു ഭയം നമ്മൾ എല്ലാവരും ഉണ്ട്. അതിനെയാണ് ഈ കൃഷ്ണൻ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ വളരെ വ്യക്തമാക്കി തരുന്നത്. നമ്മൾ ഇത് മരണമല്ല, ഇത് ഞാനൊരു വസ്ത്രം മാറുന്ന പോലെയുള്ളൂ, ഈ ശരീരങ്ങൾ മാറുന്നത്, അതിൽ നിങ്ങൾ വിഷമിക്കരുത്. ഇപ്പൊ അർജുന്റെ വിഷമം എന്താ? ഞാൻ എന്റെ മുത്തച്ഛനെ കൊല്ലുന്നല്ലോ, എന്റെ ഗുരുവിനെ കൊല്ലണമല്ലോ. ഇത് ആരെങ്കിലും ഒരു വസ്ത്രം പഴകിയെന്ന് നേരത്തെ പറഞ്ഞില്ലയോ? ഇതിപ്പോ ഉടുപ്പ് പഴകിയെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന് വിഷമിക്കുവോ? ഉടുപ്പ് കീറിപ്പോയി, ഉടുപ്പ് ചെറുതായി പോയി, ഇനി അത് ഇടാനൊക്കത്തില്ലോ എന്ന് പറഞ്ഞ് ഇവിടുന്ന് കരയോ, വിഷമിക്കുവോ? നമുക്ക് ഒരു ഇതും ഇല്ല എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലോട്ട് തന്നെ നമ്മൾ ഇതിനെ വരണം, ജീവിതത്തിനെ കാണാൻ ശ്രമിക്കണം. നമ്മൾ ഈ ശരീരത്തെ വ്യാവഹാരികതയില് നമ്മുടെ ഇതിനർത്ഥം നമ്മുടെ ശരീരത്തിനെ നോക്കുകയേ ചെയ്യേണ്ട. ശരീരത്തിന്റെ പാട്ടിന് വെക്കോട്ടെ, എവിടെങ്കിലും വീണ് മുറിഞ്ഞ് ചത്തുപോകുന്നെങ്കിൽ ചത്തു. നമ്മള് ഇതിനെയെല്ലാം രണ്ട് പാരമാർത്ഥ സത്യവും വ്യാവഹാരിക സത്യവും, ഇത് രണ്ടിനും നമ്മൾ ബാലൻസ് ചെയ്യണം. ഈ പാരമാർത്ഥത്തെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെയെല്ലാം ഫേസ് ചെയ്യാൻ, നമ്മൾ ഇതിനെല്ലാം അഭിമുഖീകരിക്കാൻ. അപ്പം ശരീരത്തെ നമ്മൾ നോക്കിക്കോണം. പക്ഷേ ഇതിനകത്ത് നമ്മൾ തളരരുത്. നമ്മൾ തളർന്ന് അതിനകത്തിൽ ദുഃഖിച്ച പോകരുത്. നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിനർത്ഥം ശരീരത്തിനെ നോക്കിയേ വേണ്ട. അപ്പൊ നമ്മളൊരു ഷർട്ട് വാങ്ങിച്ചു, പുതിയൊരു ഷർട്ട് വാങ്ങിച്ചു, ആ ഷർട്ടിനെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നില്ലേ? എന്തെങ്കിലും അഴുക്ക് പിറളാതെയും നോക്കാതെയും നനച്ചിട്ട് കഴിഞ്ഞാൽ തേച്ച് വൃത്തിയാക്കി നമ്മൾ അതിനെ കൊണ്ടുപോകും. ആ ഷർട്ടിനെ നമ്മൾ പരമാവധി നമ്മൾ യൂട്ടിലിറ്റി എടുക്കും എന്ന് പറഞ്ഞ പോലെ വ്യാവഹാരികൾ നമ്മുടെ ശരീരത്തിനെ നമ്മൾ നോക്കണം എല്ലാം. പക്ഷേ ഈ ശരീരം കൊണ്ട് ഒന്ന് കീറിപ്പോയത് നശിച്ചു പോയപ്പോൾ അയ്യോ ഞാൻ നശിച്ചു, ശരീരം എന്റെ ഒരു ഷർട്ട് നശിച്ചു പോയപ്പോഴേ ഞാൻ ഇല്ലാതായി എന്ന് തോന്നുമോ? എനിക്ക് എന്റെ ഷർട്ട് ഒരു കേടായിപ്പോയി അല്ലെങ്കിൽ ചെറുതായിപ്പോയി, ഞാൻ ഇല്ലാതായി എന്ന് നമ്മൾ ഒരിക്കലും കരുതത്തില്ലല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സത്യങ്ങൾ ഉൾക്കൊണ്ട് ഇതിനെയെല്ലാം അഭിമുഖീകരിക്കാൻ പഠിക്കണം. അപ്പൊ നമ്മൾ തളരത്തില്ല ജീവിതത്തിൽ. നമ്മുടെ ഈ വ്യാവഹാരികതയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെല്ലാം അനിത്യമാണ്.
ഒന്നും അങ്ങനെ നിൽക്കത്തില്ല. അത് സത്യമല്ല. സത്യമായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? യഥാർത്ഥ ഞാൻ. മറ്റേതെല്ലാം നമ്മുടെ എല്ലാം ഭ്രമമാ. ഭ്രമം എന്ന് വെച്ചാൽ എന്തുവാ? റിയൽ അല്ല. എന്റെ ഒരു സങ്കല്പം അതൊക്കെ. നമ്മൾ ഈ സ്വപ്നം പോലെ, സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നത്തെ ഓർത്തിരുന്ന് നമ്മള് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുമോ? സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിരുന്നു, എനിക്ക് അത് കാണണം, ഞാൻ അതിനുവേണ്ടി പ്ലാൻ ചെയ്യാൻ പോകും. സ്വപ്നത്തിൽ ഒരു കാര്യം നടന്നു പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുവോ നമ്മുടെ ജാഗ്രതത്തില്? എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ വ്യാവഹാരികമായിട്ടുള്ള കാര്യങ്ങളെ ആത്മസംയമനത്തില് ഒന്നിലും തളരാതെ എല്ലാത്തിനെയും നമ്മൾ അഭിമുഖീകരിക്കണം. നമ്മൾ കർമ്മഫലം നമ്മുടെ അനുകൂലമോ പ്രതികൂലമോ ദുഃഖമോ സുഖമോ ഇതിൽ എന്നിൽ നിന്ന് പോയത് എന്നിൽ വന്നേ പറ്റൂ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതൊരു പ്രതിഭാസമാണ്. എന്നിൽ നിന്ന് പോയത് ഏത് തുടങ്ങുമോ അതിൽ തന്നെ തിരിച്ചു വരും. എല്ലാ ആക്ഷൻസ് ഇവിടെ സൈക്ലിക് ആണ്. പണ്ടായിരുന്നു ലീനിയർ എഫക്റ്റ് ഉള്ളത്. ഇപ്പൊ ഒന്നും ലീനിയർ അല്ല, എല്ലാം സൈക്ലിക് എഫക്റ്റ്. നിങ്ങളുടെ പഠിത്തത്തിൽ കാണും, എല്ലാം സൈക്കിൾസ് ആണ്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു ഓരോന്നിനും സൈക്കിളാണ്. ചില ഒരു ചക്രം പോലാണ്. അതിന് ഇനി ഭഗവാൻ കൃഷ്ണനാഥ് പറയും, ഏവം പ്രവർത്തിതം ചക്രം എന്ന് പറഞ്ഞിട്ടൊരു ഈ ശ്ലോകമുണ്ട്. എല്ലാം ഒരു ചക്രത്തിലൂടെയാണ് പോകുന്നത്. എവിടെ തുടങ്ങിയോ അത് തിരിച്ച് അവിടെ എത്തും. നമ്മളിൽ നിന്നൊരു നന്മ പോയിട്ടുണ്ടെങ്കിൽ ആ നന്മ നമ്മൾ തിരിച്ചു വന്നിരിക്കും. നമ്മളിൽ നിന്നൊരു തിന്മ പോയിട്ടുണ്ടെങ്കിലോ ആ തിന്മയെ അതേപോലെ തിരിച്ചു വന്നിരിക്കും. അപ്പൊ നമ്മുടെ കർമ്മഫലത്തിൽ നമ്മള് ദുഃഖപ്പെടേണ്ട കാര്യമില്ല. ഇതെന്റെ വിധിയാ, ഞാൻ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കർമ്മഫലം ശരീരത്തിനാ. എന്റെ മനസ്സിനെ എനിക്ക് മാറ്റാനുള്ള ഫ്രീഡം ഉണ്ട്. ആ അനുഭവത്തിൽ നിന്ന് എന്റെ മനസ്സിനെ വിടുവിക്കാനുള്ള, മാറ്റി നിർത്താനുള്ള വിവേകം ഈ മനുഷ്യജന്മത്തിലേ ഉള്ളൂ. ഞാൻ നേരത്തെ വേറെ ഏതെങ്കിലും ജന്മത്തിൽ എനിക്ക് ഒക്കത്തില്ല. ഈ മനുഷ്യജന്മത്തിലേ ഉള്ളൂ. മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ടേ എനിക്ക് ആ ഒരു വിവേക ബുദ്ധിയുള്ളൂ. വിവേചന ബുദ്ധി മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്റെ ഈ ദുഃഖത്തിൽ നിന്ന് മാറി എനിക്ക് പ്രവർത്തിക്കാം. ഈ ദുഃഖത്തിൽ ഈ മൃഗത്തിന് മാത്രമാണ് എമോഷണൽ ആയിട്ട് അതിനുണ്ടാവുന്ന എമോഷൻസ് അനുസരിച്ച് അത് ജീവിക്കുന്നത്, അതിന്റെ പ്രവൃത്തികളെല്ലാം. പക്ഷെ മനുഷ്യനെ എനിക്ക് എമോഷൻസ് അനുസരിച്ചും ജീവിക്കാം, എനിക്ക് എമോഷൻസ് മാറി എനിക്ക് കർമ്മം ചെയ്തും ജീവിക്കാം. അപ്പൊ നമ്മൾ ഈ വിവേകത്തിനെ യൂട്ടിലൈസ് ചെയ്യണം. ഈ വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാസനയല്ല. വിവേകം എന്നുള്ളത് എന്റെ വാസനയിൽ കുറെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, അതല്ല വിവേകം. ഈ ധർമ്മമാണ് വിവേകം എന്ന് പറയുന്നത്. ധർമ്മമാണ്. ധർമ്മം എന്ന് വെച്ചാൽ എന്താ? ഈ പരമാത്മാവിന്റെ സത്യമായ പരമാത്മാവിന്റെ ആക്ഷനാ. അത് വിത്ത് വാല്യൂസ് ആണ്. ക്ഷമ, ദയ, കാരുണ്യം, സഹനശക്തി, ഇങ്ങനെയുള്ള ബോൾനെസ്, ധൈര്യം. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ എല്ലാത്തിനെയും കാണാൻ. അല്ലാതെ നമുക്കൊരു ക്ഷമയില്ലാതെ ഒരു വരുന്നതിനെ എടുത്ത് വികാരം, എനിക്ക് ദേഷ്യം ഉണ്ടാവുന്നു, വിഷമം ഉണ്ടാവുന്നു, ഇതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്റെ ജീവിതം നാശത്തിലോട്ട് പോയി നീങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ആശയത്തിനെ വളരെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളണം. അടുത്ത ആർക്ക് വായിക്കാം? ലളിത ചേച്ചി ഉണ്ട് ഇവിടെ. ലളിത ചേച്ചി വായിക്കുന്ന മരണരഹസ്യത്തെ കുറിച്ചുള്ള ഈ പ്രസ്താവനയെ ചിലർ വിമർശിക്കാറുണ്ട്. ചെറുപ്രായത്തിൽ ആളുകൾ മരിക്കുന്നതിന് ഈ ഉദാഹരണത്തിന്റെ വെളിച്ചത്തിൽ എന്തോ ന്യായീകരണമാണുള്ളത് എന്നവർ ചോദിക്കുന്നു. ചെറുപ്പത്തിൽ മരിക്കുന്ന വ്യക്തിയെ നിരീക്ഷിക്കുന്ന വിമർശകന്റെ കണ്ണിൽ ആ ചെറുപ്പക്കാരന്റെ ദേഹം ജീർണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അതിനെ ധരിക്കുന്ന ചെറുപ്പക്കാരനായ ആ ദേഹിയുണ്ടല്ലോ, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത ദേഹം ഉപയോഗശൂന്യമായി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം തോറും വാഹനങ്ങൾ മാറ്റുന്ന ചില ധനികരെ കാണാം. അവ വാങ്ങാൻ ആളുകളും ഉണ്ടാകും. ധനികനെ സംബന്ധിച്ചിടത്തോളം ആ വാഹനം പഴകിക്കഴിഞ്ഞു. വാങ്ങിയ ആൾക്ക് അത് പുത്തനായി തോന്നും. അതുപോലെ ദേഹിയാണ് തന്റെ ദേഹം ജീർണിച്ചോ ഇല്ലയോ എന്ന് നിർണയിക്കുന്നത്, അല്ലാതെ ദേഹസ്ഥിതിയോ പ്രായമോ ഒന്നുമല്ല എന്നോർക്കേണ്ടതാണ്. ഇപ്പൊ ഈ കണ്ടില്ലയോ, നമ്മള് ശരിയല്ലയോ? എത്രയോ എല്ലാവരുടെയും മനസ്സിലൂടെ വന്നിട്ടുള്ളതാ. ചില കുട്ടികള് ചില അകാലത്തിലുള്ള മരണങ്ങള് കാണുമ്പോ, അയ്യോ ഈ കൊച്ചിന്റെ ഒരു വിധി, ഇപ്പൊ മരിക്കേണ്ടതാണോ, ഇത് എന്തും വേണ്ടി മിടുക്കനായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമ്മൾ വിചാരിക്കും അത് കണ്ട് ഏതോ ഒരു അത്യാഹിതമായി എന്തോ ആ കർമ്മഫലത്തിൽ ആ ശരീരം കൊണ്ട് ആ ദേഹിക്കേ അറിയത്തുള്ളൂ. ആ ദേഹം ബാക്കി കർമ്മഫലം അനുഭവിക്കാൻ ആ ദേഹം കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വിചാരിക്കും. നമ്മുടെ വികാര മനസ്സാണ് നമ്മളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത്.
അപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, കാറ് വാങ്ങിക്കുന്നത് ചിലർ ഓർത്തറിയില്ലേ, കാറ് വാങ്ങിക്കും. പുതിയ കാറ് വാങ്ങിച്ചാല് ഒത്തിരി വലിയ വലിയ പണക്കാരാകുമ്പോ അവര് ഈ കാർ ഇങ്ങനെ 10 20 വർഷം ഇരുത്തി വെച്ചോണ്ടിരിക്കത്തില്ല. മാക്സിമം 2 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ മാറി അടുത്ത മോഡൽ വാങ്ങിക്കും. അപ്പം നമുക്ക് ഇതിന്റെ ആവശ്യം എന്തുവാ? അല്ലെങ്കിൽ ഒരു വലിയ വലിയ പണക്കാരൻ ആണെങ്കിലും ഇതുപോലെ എന്റെ ഒരു അനുഭവമാണ്. കോളേജില്, ചെന്നൈയിലെ കോളേജില് എല്ലാം ഒരു 2 വർഷം കൂടി ഇരിക്കുമ്പോഴും എല്ലാം ഉടച്ചു കളഞ്ഞ് നമുക്ക് വിഷമം തോന്നും. ഉടച്ചു കളഞ്ഞ് പിന്നെയും വേറെ ഉണ്ടാക്കുക. എല്ലാം നേരത്തെ 2 വർഷം മുമ്പ് വളരെ നല്ലതായിട്ടിരിക്കുന്നുവല്ല, എല്ലാം ഉടച്ചുളഞ്ഞ് വേറെ രീതി മോഡൽ ഉണ്ടാക്കും. അപ്പൊ അതിന്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം അത് മാറിക്കഴിഞ്ഞാൽ അത് വേണ്ട, ഇനി അടുത്തത് അങ്ങയുടെ ഐഡിയ അനുസരിച്ച് വേറൊരു മോഡൽ ഉണ്ടാക്കണം. നമുക്കോ ഇതെന്താ ഇങ്ങനെയൊക്കെ കളയുന്നത്, നമുക്ക് അങ്ങനെ എന്ന് പറയുന്ന പോലെ എത്രയോ പേര് മരിക്കുന്ന ചെറുപ്രായത്തിൽ മരിക്കുമ്പോഴേ കഷ്ടം, എന്തും വേണ്ടി എന്തൊരു നല്ല ജീവിതം വരേണ്ട ആ മരിച്ചുപോയി. നമ്മൾ ദൈവം എന്താ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന് നമ്മൾ എല്ലാരും ദൈവത്തിനെ പഴിചാരും. ദൈവമാണ് ഈ ഒരു ശിക്ഷ കൊടുത്തെന്നുള്ള രീതിയിൽ. ദൈവം ശിക്ഷിക്കുന്നുമില്ല, രക്ഷിക്കുന്നുമില്ല. നമ്മൾ ഇതൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ, നമ്മൾ ഈ പാരമാർത്ഥ സംഘം മനസ്സിലാക്കിയാൽ നമ്മൾ ഇങ്ങനെ പറയത്തില്ല. പക്ഷെ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ്, ചെറുപ്പത്തിൽ മരിക്കുമ്പോഴേ ഓരോരുത്തരും ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ ആരൊക്കെ ദുഃഖിക്കും. എന്തൊരു വിധിയായി ഇത്, നമ്മൾ വിധിയെയാണ് പഴിചാരുന്നത്. അപ്പം എന്റെ ആ വ്യക്തി മരിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ചുള്ള ഒരു പുതിയ ദേഹത്തിലോട്ട് പോകാൻ വേണ്ടി ഈ ദേഹത്തിനെ വിട്ടതാ. പക്ഷെ നമുക്കിത് വല്ലതും മനസ്സിലാവും, നമുക്ക് ഇത് വല്ലതും അറിയാവോ? നമ്മൾ ഇത് വല്ലതും നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഈ പഠിക്കാത്തടത്തോളം കാലം നമ്മൾ നമ്മുടേതായ വികാരത്തിലിരുന്നുള്ള, വികാരം വെച്ചാൽ എന്റെ വാസനയിൽ നിന്നുള്ള ന്യായങ്ങൾ പറയും. അതന്നെയല്ലയോ അർജുനനും ആദ്യം പറഞ്ഞേ, ആ അർജുന വിഷാദ യോഗത്തില്. അർജുനൻ ആരോടാണ് ഇത് പറയുന്നത്? പരമാത്മാവിനോടാണ് ഈ ന്യായങ്ങൾ നിരത്തുന്നത്. അപ്പം കൃഷ്ണൻ പറയുന്നുണ്ട്, നീ പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു, എല്ലാം അറിയാവുന്ന. അതുപോലെയല്ലേ നമ്മളും സംസാരിക്കുന്നു. നമ്മൾ ഈ ഓരോ വിഷയങ്ങളിലും നമ്മൾ എല്ലാം അറിയാവുന്നവനെ പോലെ നമ്മൾ ഇരുന്ന് സംസാരിക്കും, മറ്റുള്ളവരെ ഉപദേശിക്കും. ഈ ഉപദേശങ്ങളൊക്കെ നമുക്ക് ബാധകമാണ്. നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ തളരും. നമ്മൾ ഒരു മരണ വീട്ടിൽ പോയി അങ്ങനെ അവർ ഭയങ്കരമായിട്ട് അവരെ സാന്ത്വനപ്പെടുത്തും. നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോഴോ നമ്മൾ അതേ ഗതി. അപ്പൊ ഈ ഉപദേശങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നമുക്ക് ബാധകമല്ല. അപ്പൊ നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെല്ലാം ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതത്തിലോട്ട് പോകും. അതാണ് ഇപ്പം ഏറ്റവും മുഖ്യമായിട്ടുള്ള നമ്മുടെ ഒരു പ്രശ്നമാണ് മരണഭയം. നമുക്ക് എല്ലാരും പറയും, എനിക്ക് മരണഭയമൊന്നുമില്ല. നമുക്ക് ഈ പറയുന്നത് ഒന്ന്, പ്രവൃത്തി വേണം. അതൊരു സത്യം, എല്ലാവർക്കും മരണഭയമുണ്ട്. പക്ഷെ നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളിൽ നമ്മൾ ഉറയ്ക്കും തോറും നമ്മുടെ മനോഭാവം മാറും. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം എന്താ? കഴിഞ്ഞ കാലത്തിനെ കുറിച്ചുള്ള ദുഃഖവും ഇനിയും വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഭയവും. ഈ ഭയവും ദുഃഖവുമാണ് നമ്മുടെ ദുരിതം. നമുക്ക് ഈ പ്രസന്റിൽ ജീവിക്കാൻ ഒക്കുന്നില്ല. എന്റെ കഴിഞ്ഞതിലും എന്റെ അനുഭവങ്ങൾ എനിക്കിങ്ങനെയൊക്കെയാ. ഞാൻ കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കുന്നു. അതുപോലെ നാളെ ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഇങ്ങനെ ഭയം. ദുഃഖത്തിലും ഭയത്തിലും ഞാൻ എന്റെ ജീവിതത്തിനെ നശിപ്പിക്കുക. നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് എൻജോയ് ചെയ്യാൻ അറിയുന്നില്ല. നമുക്ക് അതിനുള്ള അറിവില്ല. നമ്മളിങ്ങനെ പുറകോട്ടും മുമ്പോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുറകിലോട്ട് എന്തൊക്കെ സംഭവിച്ചു, എനിക്ക് ഇങ്ങനെയൊക്കെ എന്റെ ഈ വിധി ഇതാ, ഈ പഴയ സംഭവിച്ചതെല്ലാം എന്റെ വിധി. നമ്മൾ വളരെ പരിമിതനായി, എനിക്ക് ഒരു ഇതും ഇല്ല, ഞാൻ ഇങ്ങനെ. അതേസമയത്ത് പരമാത്മ ചൈതന്യം വരുന്നതെന്ന് കരയെന്ന് വിചാരിച്ചോണം. പക്ഷെ ഞാനൊരു ഞാനൊരു ഈശ്വരനാ. പക്ഷെ ആ ഈശ്വരൻ ഇരുന്ന് ഇങ്ങനെ കരയുക. എങ്ങനെ കരയുന്നു? ഞാനൊരു മണ്ടനാ, ഞാനൊരു വളരെ ഒന്നിനും കൊള്ളത്തില്ലാത്തവനാന്നുള്ള ധാരണയിൽ ഇരുന്ന് കരയുക. ഈ പൊട്ടൻഷ്യൽ നമ്മുടെ ഉണ്ട് ഇല്ലേ? ഒരു സിനിമയിൽ പറയും, ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്ക് കഷ്ണം തേടി പോകുന്ന പോലെ നമ്മൾ ഈശ്വരന്മാരെ തേടി പോവുക. എവിടെ തേടി പോകണം? എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉള്ളിലിരിക്കുന്ന കാണാതെ നമ്മൾ ഇങ്ങനെ ഭിക്ഷയാചിക്കുക. ഓരോ ദൈവത്തിലേക്ക് പോയി എനിക്ക് അത് വേണം, ഇത് വേണം. നമ്മുടെ കർമ്മഫലത്തിലുള്ളത് വന്നിരിക്കും. അതിനുവേണ്ടി നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. കർമ്മഫലം കൂടി എനിക്ക് വരുന്നതൊക്കെ വന്നോട്ട് പറഞ്ഞിട്ട് കയ്യും കെട്ടി നമ്മൾ ചുമ്മാ ഇരുന്ന് നോക്കത്തില്ല. നമ്മൾ പ്രയത്നം ചെയ്തിട്ടേ ഇരിക്കണം. അതാ ഒരു മനുഷ്യധർമ്മം. അലസമായിട്ട് ഒരു നിമിഷം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈവൻ നമ്മുടെ കർമ്മം കയ്യും കാലും കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ചിന്തകൾ പോലും കർമ്മമാണ്.
ഏതൊന്ന് മൂവ് ചെയ്യുന്നോ അത് കർമ്മമാണ്. എന്റെ ചിന്തകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അത് കർമ്മ പോലെ. ഞാൻ ഏത് ചിന്തിക്കുന്നു, നല്ല രീതിയിൽ ചിന്തിക്കുന്നു, ധർമ്മത്തിന്റെ വഴിയിലാണോ അധർമ്മത്തിന്റെ വഴിയിലാണോ, ഇതിനെല്ലാം എനിക്ക് ഒരാളൊരു കുത്തിക്കൊല്ലുന്നു, ആ കുത്തിക്കൊല്ലുന്നത് ആ കർമ്മമല്ല, അതിന്റെ പിന്നിലുള്ള മനോഭാവമാണ്. ഒരു ഡോക്ടറും ഒരു രോഗിയെ ഒരു മനുഷ്യന്റെ ദേഹത്തോട്ട് കത്തിയേറ്റുന്നുണ്ട്, ഒരു ഗുണ്ടായും കത്തിയേറ്റുന്നുണ്ട്. രണ്ടുപേരുടെയും മനോഭാവം രണ്ടാ. അല്ലാതെ ഈ വയറ് കുത്തി കീറുന്നതല്ല അതിന്റെ ഫലം നിശ്ചയിക്കുന്നത്. ഒരു ഡോക്ടറിന് അത് സ്വധർമ്മമാണ്, അത് കൊലപാതകമല്ല. ഒരു കള്ളനോ ഒരു കൊലപാതകയോ അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊല്ലുക. അപ്പം ഒരു പ്രവൃത്തിയുടെ പുറകിലുള്ള മനോഭാവം വളരെ ഇമ്പോർട്ടന്റാ. എല്ലാം കർമ്മങ്ങളാ, നമ്മുടെ ചിന്തകൾ പോലും കർമ്മങ്ങളാകുന്നു. അപ്പൊ ഈ ചിന്തകളുടെയൊക്കെ പുറകില് ഈ എന്റെ ഈ പാരമാർത്ഥിക സത്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള ചിന്തകളോ പ്രവൃത്തികളോ ആണെങ്കിൽ എന്റെ ജന്മത്തിനെ ഉയർത്തും. എനിക്ക് പാരമാത്മ സത്യത്തോട്ട്, പരമാത്മ ചൈതന്യത്തോട്ട് ലയിക്കാൻ പറ്റും. ഞാൻ ദേഹബുദ്ധിയാന്നുള്ള രീതിയിൽ, ദേഹബുദ്ധി മീൻസ് ഞാൻ എന്റെ വാസനകളിൽ മുഴുകിയിരിക്കുന്നിടത്തോളം, ഞാൻ ദേഹമാണെന്നുള്ള ധാരണയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നാശത്തിലോട്ട് എന്റെ ജീവിതങ്ങളെ, എന്റെ ജന്മങ്ങളെ ഞാൻ താഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് വളരെ മുഖ്യമാണ്. അപ്പൊ ഈ ശരീരം, ഞാൻ ശരീരമാണെന്ന്, ഇപ്പൊ ശരീരം, ദേഹിക്ക് ശരീരം വസ്ത്രം പോലെയുള്ളൂ. നമ്മൾ ഈ വസ്ത്രത്തിനെയാണെന്ന് നമ്മളായിട്ട് കരുതിക്കൊണ്ടിരിക്കും. ഞാൻ ഓരോ ഷർട്ട് ഇട്ടിട്ട് ഈ ഷർട്ടാണ് ഞാൻ എന്ന് പറയുന്നത് എന്നൊരു മണ്ടത്തരമല്ലേ. അതേപോലെയാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, സൂക്ഷ്മമായിട്ട് നിരന്തര ചിന്തനം, നമ്മൾ മനനം. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഫ്രീ ടൈമോ ഏതൊരു ചിന്തയിലും ഞാൻ ഈശ്വരനിലാണ് ഇരുന്ന് ചെയ്യുന്നത്. ഈ ഞാൻ എന്ന് പറയും, ഈ ചെയ്യുന്ന ഞാൻ, നമ്മുടെ കർമ്മം ചെയ്യുന്ന ഞാൻ, എന്റെ വാസനയിലുള്ള ഒരു അൺറിയൽ ഞാനാണ്. റിയൽ ഞാൻ സാക്ഷിഭാവത്തിൽ എന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നെ ഈ അനുഭവങ്ങളൊന്നും എന്നെ അലട്ടരുത്, എന്നെ ബാധിക്കരുത്. പക്ഷെ നമ്മളിപ്പോ ബാധിക്കുന്നുണ്ട്. സുഖം വരുമ്പോ എനിക്ക് വളരെ സുഖം, ദുഃഖം വരുമ്പോ എനിക്ക് വളരെ, ഞാൻ രണ്ടിലും മേളിലോട്ടും പോകും താപ്പോട്ടും പോയി, ഞാൻ ഇങ്ങനെ കടന്ന് ഇങ്ങനെ എക്സോസ്റ്റ് ആവുക. അതേ സമയത്ത് നമ്മൾ ഈ മേപ്പോട്ടും താപ്പോട്ടും കടന്ന് അടിച്ചാലോ നമ്മുടെ എനർജി എല്ലാം വേസ്റ്റ് ആവും. നമ്മൾ ദുരിതത്തിലോട്ട് പോകുന്ന, ദുഃഖത്തിൽ പോകുന്നതോറും നമുക്ക്, അല്ലെങ്കിൽ ഇവ പറഞ്ഞില്ലയോ, പെട്ടെന്ന് ലോട്ടറി അടിച്ച് നോക്കുമ്പോൾ സന്തോഷം വരും, ഭയങ്കര സന്തോഷം വരും. ആ സന്തോഷത്തിൽ പോലും മരിച്ചു പോകും. പെട്ടെന്നുള്ള സന്തോഷം കയറി മരിക്കുന്നില്ലേ ആൾക്കാരെ? നമ്മുടെ മാനസിക നില തെറ്റിപ്പോവും. അതുപോലുള്ള ദുഃഖം വന്നാലും മാനസിക നില തെറ്റിപ്പോവും. അപ്പം രണ്ടിനെയും ബാലൻസ് ചെയ്ത് സ്വസ്ഥമായിട്ട് സമചിത്തതയിൽ നിൽക്കുന്ന മനസ്സിനെയാണ് ഈ പാരമാത്മ സത്യത്തിലോട്ട് ലയിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ ആത്മസമയനം പാലിക്കാനാണ് ഈ സത്യങ്ങളെ എല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഉറയ്ക്കണം. ഇതെല്ലാം നമ്മുടെ അനുഭവം. നമ്മൾ ഇത്